Friends, we continue with this session, polar coordinates. Today we discuss about the symmetry test. So first, what is symmetry test? A curve in polar coordinates is symmetric about the x-axis if replacing theta by minus theta in its equation produces an equivalent equation. A curve in polar coordinate is symmetric about the y-axis if replacing theta by pi minus theta and its equation produces an equivalent equation. A curve in polar coordinate is symmetric about the origin if replacing theta by theta plus pi or replacing r by minus r in its equation produces an equivalent equation. അപ്പോൾ സിമെട്രിക് നമുക്ക് റെക്റ്റാങ്കുലർ സിസ്റ്റത്തിൽ സിമെട്രിക് ആണ് എന്ന് പറഞ്ഞാൽ എബൌട്ട് എക്സ് ആക്സിസ് സിമെട്രിക് ആണ്, അല്ലെങ്കിൽ എബൌട്ട് വൈ ആക്സിസ് സിമെട്രിക് ആണ്, എബൌട്ട് ഒറിജിൻ സിമെട്രിക് ആണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാം അല്ലേ. അതുപോലെ പോളാർ കോർഡിനേറ്റ്സിൽ സിമെട്രിക് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ വരയ്ക്കുന്ന കർവ് എബൌട്ട് എക്സ് ആക്സിസ് അത് സിമെട്രിക് ആണ് എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് അത് നമ്മൾ പറയുക? തീറ്റാനെ റീപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷന് ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ കർവ് ഇൻ പോളാർ കോർഡിനേറ്റ് ഈസ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ്. അതായത് ആർ തീറ്റ എന്ന് പറയുന്ന പോയിൻറ്റും ആർ മൈനസ് തീറ്റ എന്ന് പറയുന്ന പോയിൻറ്റും നമ്മൾ ഒരേ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, സെയിം ഇക്വേഷൻ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ്. നമ്മൾ ആർ തീറ്റ കൊടുത്താലും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ആർ മൈനസ് തീറ്റ കൊടുത്താലും ആ ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, എ കർവ് ഇൻ പോളാർ കോർഡിനേറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ഇഫ് റീപ്ലേസിംഗ് തീറ്റ ബൈ പൈ മൈനസ് തീറ്റ ഇൻ ഇറ്റ്സ് ഇക്വേഷൻ പ്രൊഡ്യൂസസ് ആൻ ഇക്വലൻറ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ്? നമ്മൾ തീറ്റയിനെ റീപ്ലേസ് ചെയ്ത് അവിടെ പൈ മൈനസ് തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. ആർ തീറ്റയും ആർ പൈ മൈനസ് തീറ്റയും ഈ രണ്ട് പോയിൻറ്റ്സും നമ്മുടെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഒരേ സ്ട്രെയിറ്റ് ലൈൻ അബൌട്ട് വൈ ആക്സിസ്, അത് വൈ ആക്സിസിനെ ക്രോസ് ചെയ്ത് വരുന്ന സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സും കിട്ടിയിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. ഇനി സിമെട്രിക് അബൌട്ട് ഒറിജിൻ എന്ന് പറയണമെങ്കിൽ എപ്പോഴായിരിക്കും? ഒന്നുകിൽ നമ്മൾ തീറ്റനെ റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കുന്നു? തീറ്റ പ്ലസ് പൈ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ പൈ മൈനസ് തീറ്റയാണ് കൊടുത്തത്, ഇവിടെ ഒറിജിനിലാകുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് തീറ്റ പ്ലസ് പൈ ആണ്. ഓക്കെ, ഒന്നുകിൽ തീറ്റനെ റീപ്ലേസ് ചെയ്ത് തീറ്റ പ്ലസ് പൈ കൊടുക്കുന്നു. അപ്പോൾ തീറ്റ പ്ലസ് പൈ ആകുമ്പോൾ ഇതാണ് ആർ തീറ്റ എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ തീറ്റ പ്ലസ് പൈ എന്ന് പറയുന്നത് കറക്റ്റ് അത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് എവിടെ വരുന്നു? ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ വരുന്ന പോയിൻ്റായിട്ട് നമുക്ക് കിട്ടണം. ആർ തീറ്റ പ്ലസ് പൈ തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ ആറിനെ റീപ്ലേസ് ചെയ്ത് എന്താക്കുന്നു? മൈനസ് ആർ ആക്കുന്നു. അപ്പോൾ മൈനസ് ആർ വന്നാലും നമ്മൾ ആദ്യം ആർ തീറ്റ പ്ലോട്ട് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് 180 ഡിഗ്രി എടുത്ത് മൈനസ് ആർ തീറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ആറിനെ റീപ്ലേസ് ചെയ്ത് മൈനസ് ആർ ആക്കുക, അല്ലെങ്കിൽ തീറ്റനെ റീപ്ലേസ് ചെയ്ത് തീറ്റ പ്ലസ് പൈ ആക്കുക. ഈ രണ്ട് റീപ്ലേസ്മെൻറ്റിലും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് ഒറിജിൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സിമെട്രി ടെസ്റ്റിൻ്റെ ഒരു യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാഫ്സ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അത് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് കംപ്ലീറ്റ് പോയിൻറ്റ്സിലെയും എന്താണ് ഗ്രാഫിൻ്റെ ബിഹേവിയർ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട. ഇപ്പോൾ എബൌട്ട് എക്സ് ആക്സിസ് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ 0 to പൈ എന്താണോ ആ ഗ്രാഫിൻ്റെ ബിഹേവിയർ അത് തന്നെ ആയിരിക്കും എവിടെയും വരിക? പൈ ടു 2π. അപ്പോൾ 0 to പൈയിൽ അതിന് എന്ത് ഷേപ്പാണോ വരുന്നത് അതേ ഷേപ്പിനെ നമ്മൾ നേരെ തിരിച്ച് എവിടെ നിന്ന് വരച്ചാൽ മതി? പൈ ടു 2πയിൽ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് 0 to 2πയിലുള്ള പോയിൻറ്റ്സ് എന്ത് ചെയ്യേണ്ട? ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അല്ലെങ്കിൽ ആ പോയിൻറ്റ്സിൽ എന്താണ് കർവിൻ്റെ ഷേപ്പ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരത്തില്ല. ഇനി എബൌട്ട് വൈ ആക്സിസ് ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? 0 to π/2 നമുക്ക് എന്താണോ ഗ്രാഫിൻ്റെ ബിഹേവിയർ അത് തന്നെ ആയിരിക്കും എവിടെ വരിക? π/2 to പൈയിലും വരിക. അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു തേർഡ് ക്വാഡ്രൻറ്റിൽ എന്താണോ അതിൻ്റെ ബിഹേവിയർ അത് തന്നെ ആയിരിക്കും എവിടെയും വരിക? ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരിക. അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് ഈ സിമ്മട്രിയുടെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, so we move on to an example. Confirm that the graph of r is equal to cos 2 theta is symmetric about x axis and y axis. നമ്മൾ cos 2 theta ഗ്രാഫ് പ്ലോട്ട് ചെയ്തതാണ്. സോ അത് എബൌട്ട് എക്സ് ആക്സിസും എബൌട്ട് വൈ ആക്സിസും സിമെട്രിക് ആണെന്ന് കൺഫേം ചെയ്യാനാണ്. നമ്മുടെ തിയറി ഉപയോഗിച്ച് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ എബൌട്ട് എക്സ് ആക്സിസ് നമ്മുടെ ഗ്രാഫ് സിമെട്രിക് ആവണമെങ്കിൽ എന്താണ്? നമ്മൾ തീറ്റനെ റീപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുക്കുമ്പം സെയിം ഇക്വേഷൻ തന്നെ കിട്ടണം.
ഇനി എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ തീറ്റാനെ റീപ്ലേസ് ചെയ്ത് പൈ പ്ലസ് തീറ്റ കൊടുക്കണം അല്ലേ. സോ ടു ടെസ്റ്റ് സിമെട്രി ഫോർ എബൌട്ട് എക്സ് ആക്സിസ് വി റീപ്ലേസ് തീറ്റ ബൈ മൈനസ് തീറ്റ. അപ്പോൾ എന്ത് കിട്ടും? ആർ ഇസ് ഈക്വൽ ടു കോസ് മൈനസ് 2 തീറ്റ. കോസ് മൈനസ് 2 തീറ്റ ഈസ് സിംപ്ലി കോസ് 2 തീറ്റ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി? കോസ് 2 തീറ്റ. തീറ്റേനെ റിപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി തിരിച്ച് വൈ ആക്സിസ് ആണെങ്കിൽ എന്താ ചെയ്യുക? തീറ്റേനെ റിപ്ലേസ് ചെയ്ത് പൈ മൈനസ് തീറ്റ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ പൈ മൈനസ് തീറ്റ കൊടുക്കുമ്പോഴത്തേക്കും എന്താണ്? ആർ ഇസ് ഈക്വൽ ടു കോസ് 2 ഇൻറ്റു പൈ മൈനസ് തീറ്റ. തീറ്റേനെ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ 2 ഇൻറ്റു പൈ മൈനസ് തീറ്റ ദാറ്റ് ഈസ് 2 പൈ മൈനസ് 2 തീറ്റ. cos 2 pi minus 2 theta is what? അല്ലെങ്കിൽ cos 2 pi minus theta is cos minus theta. അപ്പോൾ cos minus 2 theta again cos minus 2 theta is cos 2 theta. അപ്പോൾ തീറ്റനെ റീപ്ലേസ് ചെയ്ത് പൈ മൈനസ് തീറ്റ കൊടുത്തപ്പോഴും തീറ്റനെ റീപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുത്തപ്പോഴും നമ്മുടെ ഇക്വേഷൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ബൈ ദ സിമെട്രി ടെസ്റ്റ് ദ ഗ്രാഫ് ഇസ് സിമെട്രിക് അബൌട്ട് ബോത്ത് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. നമുക്ക് കിട്ടിയ ഓർമ്മയുണ്ട്, നമുക്ക് 4 പെറ്റൽസ് ആയിട്ടാണ് ആ ഗ്രാഫ് കിട്ടിയത്. സോ ആ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എബൌട്ട് എക്സ് ആക്സിസ് സിമെട്രിക് ആണ്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലെയും ഒരു ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എബൌട്ട് എക്സ് ആക്സിസ് ഈ ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നതെങ്കിൽ സെയിം ഷേപ്പ് ഇൻവേർട്ട് ചെയ്താണ് താഴെ വന്നിരിക്കുന്നത് അല്ലേ. അതിൻ്റെ റിഫ്ലക്ഷനാണ്, ഈ മുകളിലത്തെ ഷേപ്പിൻ്റെ റിഫ്ലക്ഷനാണ് താഴെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡും എക്സ് ആക്സിസിൻ്റെ മുകളിൽ എന്താണോ ഷേപ്പ് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് താഴെ കിട്ടും. ഇനി അതുപോലെ വൈ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വൈ ആക്സിസിൽ റൈറ്റ് സൈഡിൽ എന്താണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് വൈയിലേക്ക് വന്നാലും റൈറ്റ് സൈഡിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും അല്ലേ. സോ ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളാണ്. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഇൻ പോളാർ കോർഡിനേറ്റ്സ് അസ്യൂമിങ് എ ടു ബി പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. അതായത് നമുക്ക് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റയുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫസ്റ്റിലേ തന്നെ നമ്മുടെ ഗ്രാഫ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകണം. എബൌട്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ എബൌട്ട് വൈ ആക്സിസ് നമ്മുടെ ഗ്രാഫ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം ഒന്നുകിൽ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ അത് സിമെട്രിക് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ അത്രയും കുറച്ച് പോയിൻറ്റുകളിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമുക്ക് പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ഒബ്സർവ് ദാറ്റ് റീപ്ലേസിങ് തീറ്റ ബൈ മൈനസ് തീറ്റ. അപ്പോൾ ഈ നമുക്ക് സിമെട്രി ടെസ്റ്റ് നോക്കാനായിട്ട് ഒന്നുകിൽ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് പൈ മൈനസ് തീറ്റ കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് തീറ്റേനെ റീപ്ലേസ് ചെയ്തോടെ മൈനസ് തീറ്റ കൊടുക്കാം. അപ്പോൾ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുക? കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് മൈനസ് തീറ്റ എന്നാണ് കിട്ടുക. പക്ഷേ കോസ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ ഇറ്റ് സെൽഫ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വ്യത്യാസമൊന്നുമില്ലല്ലോ. സോ നമുക്ക് എന്ത് പറയാം? ദ ഗ്രാഫ് ഇസ് സിമെട്രിക് എബൌട്ട് എ പോളാർ ആക്സിസ് അല്ലെങ്കിൽ ഗ്രാഫ് ഇസ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് നമുക്ക് കിട്ടും. ഇനി അപ്പോൾ അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പർ ഹാഫും ലോവർ ഹാഫും സെയിം ഷേപ്പാണ്. സോ വി ഗ്രാഫ് ദ അപ്പർ ഹാഫ് ഓഫ് ദ curve, then we can obtain the lower half by reflection about the polar axis. അപ്പർ ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോവർ ഹാഫ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ എബൌട്ട് എക്സ് ആക്സിസ് നമ്മൾക്ക് അപ്പർ ഹാഫിനെ റിഫ്ലക്റ്റ് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റെക്റ്റാങ്കുലർ തീറ്റാർ കോർഡിനേറ്റ്സ് പ്ലോട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗിവൺ ഇക്വേഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി. ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് എ കോസ് തീറ്റ. അപ്പോൾ ഈ എ മൈനസ് എ കോസ് തീറ്റയുടെ ഗ്രാഫ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസ് തീറ്റയുടെ ഗ്രാഫ് അറിയാം. കോസ് തീറ്റയുടെ ഗ്രാഫിൽ നിന്ന് എ കോസ് തീറ്റ ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ എ കോസ് തീറ്റ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ജസ്റ്റ് എ യൂണിറ്റ്സ് മുകളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ആകുമ്പോൾ 0 to 1 ആണ് വരുന്നതെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ ആകുമ്പം 0 to a യൂണിറ്റ്സ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ദെൻ ഫസ്റ്റ് reflecting the graph of r is equal to a cos theta about the x axis to obtain the graph of r is equal to minus a cos theta അല്ലേ. അപ്പോൾ a cos തീറ്റയുടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? മൈനസ് എ കോസ് തീറ്റയുടെ ഗ്രാഫ് കണ്ടുപിടിക്കണം. അപ്പോൾ മൈനസ് എ കോസ് തീറ്റ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എബൌട്ട് എക്സ് ആക്സിസ് അതിനെ റിഫ്ലക്റ്റ് ചെയ്താൽ മതി. ദെൻ ട്രാൻസ്ലേറ്റിംഗ് ദ ഗ്രാഫ് ഓഫ് എ യൂണിറ്റ്സ് ടു ഒബ്റ്റെയിൻ ദ ഗ്രാഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് എ കോസ് തീറ്റ. അപ്പോൾ മൈനസ് എ കോസ് തീറ്റേനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എ യൂണിറ്റ്സും കൂടെ അവിടെ ആഡ് ചെയ്യാണ്. മൈനസ് എ കോസ് തീറ്റയുടെ ഗ്രാഫിനോട് കൂടി എ യൂണിറ്റ്സ് ആഡ് ചെയ്യാണ്. സോ വി ട്രാൻസ്ലേറ്റ് ദ ഗ്രാഫ് അപ്പ് എ യൂണിറ്റ്സ് അല്ലേ.
അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എ യൂണിറ്റ്സ് നമ്മുടെ ഗ്രാഫിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. സോ വി ഒബ്റ്റെയിൻ ദ ഗ്രാഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് എ കോസ് തീറ്റ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 to പൈ വരെയുള്ള ബിഹേവിയർ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. 0 to പൈ വരെ എങ്ങനെ വേരി ചെയ്യുന്നോ ആ വേരിയേഷനെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോവർ ഹാഫും കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആർ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ വെറുതെ ജനറലായിട്ട് ആർ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റയുടെ ഗ്രാഫ്. ഇപ്പോൾ ഇവിടെ 0 to 1 ആയിരുന്നെങ്കിൽ എ കോസ് തീറ്റയ്ക്ക് കോസ് തീറ്റയ്ക്ക് 0 to 1 ആണെങ്കിൽ ഇവിടെ എ കോസ് തീറ്റ എന്ന് പറയുമ്പം 0 to എ. ഇപ്പോൾ സപ്പോസ് ഇത് എ യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക, ഒരു ആർബിട്രറി വാല്യൂ കൊടുത്തതാണ് 0 to എ യൂണിറ്റ്സ്. ഓക്കെ, എ കോസ് തീറ്റയുടെ ഗ്രാഫ് കിട്ടും. ഇനി ഈ ഗ്രാഫിനെ എന്ത് ചെയ്യാം, നമുക്ക് എബൌട്ട് എക്സ് ആക്സിസ് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ആരുടെ ഗ്രാഫ് കിട്ടും, ആർ ഇസ് ഈക്വൽ ടു മൈനസ് എ കോസ് തീറ്റയുടെ ഗ്രാഫ് കിട്ടും. അപ്പോൾ എ കോസ് തീറ്റേനെ ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് മൈനസ് ആക്കി മാറ്റി. അപ്പോൾ മൈനസ് എ കോസ് തീറ്റ, ഇതിനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്തതല്ലേ ഈ ഗ്രാഫ്, അപ്പോൾ മൈനസ് എ കോസ് തീറ്റയുടെ ഗ്രാഫ് കിട്ടി. ഇനി എന്ത് വേണം, ഈ ഗ്രാഫിനെ നമ്മൾ എ യൂണിറ്റ്സ്, ഇപ്പോൾ ഇതാണ് എ യൂണിറ്റ്സ് എന്ന് പറയുന്നത്, ഈ എ യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി, എ മൈനസ് എ കോസ് തീറ്റയുടെ ഗ്രാഫായി. കാരണം ആർ ഇസ് ഈക്വൽ ടു മൈനസ് എ കോസ് തീറ്റയോട് കൂടി എ യൂണിറ്റ്സും കൂടി ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, എ മൈനസ് എ കോസ് തീറ്റ എന്ന് പറയുന്ന ഗ്രാഫ് കിട്ടിയത്. അപ്പോൾ എ യൂണിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് എ കോസ് തീറ്റയുടെ ഗ്രാഫിനെ എ യൂണിറ്റ്സ് എന്ത് ചെയ്യണം, അപ്വേർഡ് ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യണം. സോ വി ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് എ കോസ് തീറ്റ. അപ്പോൾ ഇനി ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ π/3 വേരിയേഷനാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 0 to π/3 ആകുമ്പോൾ ഗ്രാഫ് എവിടെ തൊട്ട് എവിടം വരെ വേരി ചെയ്യും, 0 to a/2. കാരണം കോസ് π/3 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ a മൈനസ് a/2 എന്ന് കിട്ടും, ദാറ്റ് ഈസ് a/2. അപ്പോൾ π/3 ആകുമ്പോൾ a/2ലെത്തി. ഇനി π/2 ആകുമ്പോൾ എത്ര ആവും, π/2 ഈസ് 0, കോസ് π/2 0. സോ ആർ ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും, എയിലെത്തി. പിന്നെ 2π/3 ആകുമ്പോൾ കോസ് -1/2 ആയി. അപ്പോൾ എ മൈനസ് -1/2, അപ്പോൾ എ പ്ലസ് a/2. അപ്പോൾ എന്തായി, 3a/2. അപ്പോൾ (2π/3) ആകുമ്പോൾ a/2ലെത്തി. ഇനി കോസ് പൈ ആകുമ്പോഴത്തേക്കും എത്രയായി, -1 ആയി. അപ്പോൾ എ മൈനസ് എ ആണ്, ദറ്റ് ഈസ് എ പ്ലസ് എ, ദറ്റ് ഈസ് 2a. അപ്പോൾ പൈ വരെയുള്ള വാല്യൂസ് 2a. ഇനി ഇവിടുന്ന് താഴേക്ക് ഇതേ ഷേപ്പിൽ തന്നെ, അതായത് 0 to പൈ വരെ ഏത് ഷേപ്പിലാണോ വന്നത് അതിനെ ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഷേപ്പായിരിക്കും π to 2π വരിക. സോ നമുക്ക് ഇവിടം വരെയുള്ള പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. 0 ആദ്യത്തത് π/3 ആയപ്പോൾ a/2 π/3, പിന്നെ π/2 ആയപ്പോൾ എവിടെ എത്തി, എയിലെത്തി, a π/2. പിന്നെ 2π/3 ആംഗിളിൽ 3a/2 ആയിരുന്നു ലെങ്ത്ത്. സോ 2π/3 ആംഗിളിൽ നമ്മൾ 3a/2 മാർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് പൈ ആയപ്പോഴത്തേക്കും എവിടെ എത്തി, 2aയിലെത്തി. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഇവിടെ ഇതേ ഷേപ്പിൽ തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫും കിട്ടിക്കഴിഞ്ഞു. സോ ദിസ് ഇസ് അവർ കംപ്ലീറ്റ് ഗ്രാഫ് ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് എ കോസ് തീറ്റ. സോ ഈ ഗ്രാഫിനെ ഒരു പേര് വിളിക്കും, ദിസ് എ ഹാർട്ട് ഷേപ്ഡ് ഗ്രാഫ്, റൈറ്റ്? സോ ദിസ് ഹാർട്ട് ഷേപ്ഡ് ഗ്രാഫ് ഇസ് കോൾഡ് cardioid. So what's the equation for cardioid? The equation for cardioid is r is equal to a into 1 minus cos theta or a minus a cos theta. ഇതാണ് കാർഡിയോയിഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കാർഡിയോയിഡിന് ജനറലായിട്ട് പല ഇക്വേഷൻസ് വരും. ഇനി ആ എയുടെ വാല്യൂ അനുസരിച്ച് പല ഷേപ്സ് വരും. സോ ദിസ് ഹാർട്ട് ഷേപ്ഡ് കർവ് ഇസ് കോൾഡ് കാർഡിയോയിഡ്, റൈറ്റ്? അപ്പോൾ കാർഡിയോയിഡ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ സിമെട്രി ടെസ്റ്റ് നോക്കും. സിമെട്രി ടെസ്റ്റ് നോക്കി എബൌട്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ എബൌട്ട് വൈ ആക്സിസ്, അത് നമ്മൾ എക്സ് ആക്സിസ് ആണ് നോക്കുക, കാരണം അവിടെ നമുക്ക് വേരിയേഷൻ അപ്പോൾ 0 to പൈ വരെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എബൌട്ട് എക്സ് ആക്സിസ് സിമെട്രിക് ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെക്റ്റാങ്കുലർ തീറ്റാർ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്ത് 0 to പൈ വരെയുള്ള പോയിൻറ്റ്സിനെ പ്ലോട്ട് ചെയ്യുന്നു. ദെൻ ആ പോയിൻറ്റ്സ് ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വരെയുള്ള പോയിൻറ്റ്സ് ആയി, പൈ ടു 2π വരെയുള്ള പോയിൻറ്റ്സിനെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സ് തീറ്റാർ കോർഡിനേറ്റ്സിൽ മാർക്ക് ചെയ്ത് റെക്റ്റാങ്കുലർ തീറ്റാർ കോർഡിനേറ്റ്സിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ഏതിലേക്ക് മാർക്ക് ചെയ്യാം, നമ്മുടെ പോളാർ കോർഡിനേറ്റിലേക്ക് മാർക്ക് ചെയ്ത് യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ പോളാർ കോർഡിനേറ്റിലേക്ക് മാർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം, അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കണം, അല്ലേ? റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ മാത്രമാണ് നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.